ഓക്കെ, ക്രെഡിബിലിറ്റി പ്രോബ്ലം. അപ്പോൾ അതിനൊരു ഇൻട്രഡക്ഷൻ ഞാൻ തന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഇതിന് എത്ര പേജ് നോട്ടുണ്ടെന്നറിയോ? എത്ര പേജ് ഉണ്ട് നോക്കട്ടെ. പേജ് നമ്പർ ഇട്ടില്ലേ? 2 ഇത്രയും നോട്ട്. കുറച്ചുണ്ട്. എല്ലാം ഒന്നും പഠിക്കണ്ട, ചുമ്മാ ജസ്റ്റ് വായിച്ച് നോക്കാനുള്ള മാത്രം സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നമ്മൾ നന്നായിട്ട് വായിക്കേണ്ടവരാണല്ലോ പലതും. 1, 2, 3, 4, 5, 6 പേജുണ്ട്. 6 പേജ് നോട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് വായിക്കാനുള്ളൂ. പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ വലിയ പാടൊന്നുമില്ല കേട്ടോ. നമുക്ക് പ്രസൻറ്റ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ കണ്ടൻറ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലൊന്ന് തറച്ച് കഴിഞ്ഞ് പ്രസൻറ്റ് ചെയ്താൽ മതി. എസ്ഐക്ക് വരാനുള്ള സാധ്യത സോറി കേട്ടോ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാത്രേ ഉള്ളൂ. എന്നാലും ഷോർട്ട് ആൻസറായിട്ട് ചോദിക്കും. ഓക്കെ, എന്താണ് ഈ ടോപ്പിക്കെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഒരു ഇൻട്രഡക്ഷൻ തരാം. 2 കാര്യങ്ങൾ ഇന്നുണ്ട്. ഈ ടോപ്പിക്കിൻ്റെ ഹെഡിങ് തന്നെ നോക്കുക. ക്രെഡിബിലിറ്റി പ്രോബ്ലം. ശരിക്കും ക്രെഡിബിലിറ്റി നല്ല ക്രെഡിബിലിറ്റി പ്രോബ്ലം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഡൈനാമിക് ടൈം ഇൻകൺസിസ്റ്റൻസി. എന്താണ് ഡൈനാമിക് ടൈം ഇൻകൺസിസ്റ്റൻസി? ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 വ്യത്യസ്തമായിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇത് കൂട്ടി വായിച്ച് വേണം പഠിക്കാൻ. ഡൈനാമിക് ടൈം ഇൻകൺസിസ്റ്റൻസി ആൻഡ് ക്രെഡിബിലിറ്റി പ്രോബ്ലം. സോറി. അപ്പോൾ ഈ ടോപ്പിക്ക് പറയുന്നത് എന്താണെന്നറിയാമോ? As an introduction. The topic says that the official policies, there can be 2 official agents in the economy. The first one is the central bank and the second one is the government. So central bank policy is known as the monetary policy, government policy is known as the fiscal policy. And when these official entities or institutions are designing their microeconomic policies, maybe monetary policy or fiscal policy, the policy implementation effect in one period, in one time element or short time, the objective may be realized, but the long time the objective may not be realized. So there is dynamic time inconsistency. Okay, one effect in one time period cannot be realized effect in another time period. Okay, and this is the significance of inconsistency from the angle of time element. Okay, അപ്പോൾ ഇതാണ് ഈ ഡൈനാമിക് ടൈം ഇൻകൺസിസ്റ്റൻസി എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കത് നമ്മുടെ ഈ പഠിച്ച ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിക്സുമായിട്ട് എന്താണ് ബന്ധം? ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിക്സ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഫിലിപ്സ് കർവിൻ്റെ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയുക, ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള പോളിസി ചേഞ്ചസ്, അൺആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള പോളിസി ചേഞ്ചസ്, ബാക്കോട് ഷിഫ്റ്റ് ചെയ്യുന്ന സപ്ലൈ ഫങ്ഷൻ, ലൂക്കാസ് സപ്ലൈ കർവ്. സോറി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചില സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇൻഫ്ലേഷൻ കൂട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഫ്ലേഷൻ കൂട്ടട്ടെ, ഇൻഫ്ലേഷൻ കൂട്ടി നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ. എംപ്ലോയ്മെൻറ്റ് കൂട്ടാൻ പറ്റും. എംപ്ലോയ്മെൻറ്റ് കൂട്ടി, ഇതാ എംപ്ലോയ്മെൻറ്റ്, ഇത് ഇൻഫ്ലേഷനാണ്, കൂട്ടി. പക്ഷേ പിന്നീടുണ്ടല്ലോ എന്ത് സംഭവിക്കുന്നറിയോ? ആളുകൾ സപ്ലൈക്കാർ ബാക്ക്വേർഡായിട്ട് തോന്നിട്ട് പഴയ സിറ്റുവേഷനിലേക്ക് തന്നെ എംപ്ലോയ്മെൻറ്റ് പോകും, പ്രൈസ് ലെവൽ മാത്രം കൂടും. അപ്പം ഇത് ലോങ് റണ്ണിൽ ആളുകൾ അഡ്ജസ്റ്റ് ചെയ്യും. ഷോർട്ട് റണ്ണിൽ ഒക്കെ ഇങ്ങനെ എഫക്റ്റീവ് ആകും, ലോങ് റണ്ണിൽ ഇൻഎഫക്റ്റീവ് ആകും. സപ്ലൈക്കാർ ബാക്ക്വേർഡ് ബെൻഡ് ചെയ്യും. കാരണം ലോങ് റൺ ഈസ് ടു ലോങ് ഇൻ ദി സെൻസ് ദാറ്റ് പീപ്പിൾ if they have good expectations can make counter moves. They may demand higher wage rate, so that the employment comes down. So in this situation, in the short run the policy became effective. In the long run the policy has failed. Okay, failed in the sense that it has not produced the desired objective set by the monetary authority or the central bank. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡൈനാമിക് ഇൻകൺസിസ്റ്റൻസി. ബേസിക്കലി നമ്മളുണ്ടല്ലോ ഈ ടോപ്പിക്കൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പിക്കിൻ്റെ അർത്ഥം എന്താണ്, ഇത്രയേ ഉള്ളൂ. നമുക്ക് അതിനുള്ള ഒരു ഐക്യു ഒക്കെ ആയല്ലോ. ഈ ടോപ്പിക്കിൻ്റെ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം ഒന്ന് പിടികിട്ടി കഴിഞ്ഞാൽ ഈ പറയുന്ന 6 പേജ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒത്തിരി ഇക്കോണമിസ്റ്റുകൾ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ചിലരുടെ കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ കോട്ട് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളല്ലോ. വേണമെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യാം. പക്ഷേ one thing is sure, once you understand the meaning of this
concept, we can elaborate on your own terms on the basis of the knowledge you acquired from the new classical economics thinking and their theories. Okay, അപ്പോൾ ഇതാണ് ഡൈനാമിക് ഇൻകൺസിസ്റ്റൻസി. അപ്പോൾ ഡൈനാമിക് ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ മാക്രോ എക്കണോമിക്സിനെ മോഡേൺ മാക്രോ എക്കണോമിക്സിലേക്ക് ഉയർത്തുക. നമ്മൾ പേപ്പർ സ്റ്റാൻഡേർഡിൽ നിന്ന് ഡിജിറ്റൽ സ്റ്റാൻഡേർഡിലേക്ക് പോവുക. നമ്മൾ ഫിസിക്കൽ ക്യാഷിന് കൊടുക്കുന്നതിന് പകരം നമ്മൾ UP ഉപയോഗിച്ച് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ കാർഡ് ഉപയോഗിച്ച് നമ്മൾ ക്യാഷ്ലെസ് ട്രാൻസ്ഫർ നടത്തുക. നമ്മൾ എന്താണ് ബ്ലൂടൂത്ത് വഴി കാർഡിലൂടെ POS മെഷീനിലൂടെ ബ്ലൂടൂത്ത് അല്ല വൈഫൈ വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യില്ലേ, ആ മെത്തേഡും പഴയ ഫിസിക്കൽ ട്രാൻസ്ഫർ നമ്മൾ വ്യത്യാസമാണ്. അത്രയും രീതിയിൽ നമ്മൾ മാക്രോ എക്കണോമിക്സിൻ്റെ മോഡേൺ ട്രെൻഡിലേക്ക് കടന്നില്ല. അപ്പോൾ അങ്ങോട്ട് നമ്മൾ ചെല്ലുമ്പോൾ എന്താ പറയുക, കോൺസെപ്റ്റുകളൊക്കെ റിച്ച് ആയിരിക്കും, ടെർമിനോളജിയൊക്കെ ഭയങ്കര ഡീപ്പായിരിക്കും, വായിച്ച് മാത്രമേ ഒരാൾക്ക് നോളജ് കിട്ടുള്ളൂ. റീഡിങ് ആൻഡ് കണ്ടിന്യൂസ് റീഡിങ്, ഇതിനെക്കുറിച്ച് ഒത്തിരി ആൾക്കാർക്ക് ഈ ഡൈനാമിക് ഇൻകൺസിസ്റ്റൻസിയെക്കുറിച്ച് ചിന്തകർക്ക് തിങ്കേഴ്സ് എന്നൊക്കെ പറയാം. നമ്മളിങ്ങനെ പറയല്ലേ, ഈ തിങ്കേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ തിങ്ക് ചെയ്യില്ലാത്തതുകൊണ്ട് വി ആർ നോട്ട് റീഡിങ്. സിൻസ് വി ആർ നോട്ട് റീഡിങ്, വി ആർ നോട്ട് തിങ്കിങ്, ആൻഡ് സിൻസ് വി ആർ നോട്ട് തിങ്കിങ് വി ആർ നോട്ട് റീപ്രൊഡ്യൂസിങ് അല്ലേ. ആ ലെവലിലാണെങ്കിൽ ഭയങ്കര പാടാണ്. നമുക്ക് അങ്ങനെ ആകാൻ പറ്റുമായിരിക്കും. നിവൃത്തിയില്ല, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമുക്ക് രക്ഷയില്ല, നമ്മളിതൊക്കെ വായിക്കുകയും തിങ്ക് ചെയ്യുകയും പല കാര്യങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യുക, എഴുതുകയും ചെയ്യും. ഈ റൈറ്റേഴ്സിനെ ഒത്തിരി വായിച്ചിട്ട് അവർ റൈറ്റ് ചെയ്യും. അതുപോലെ നമ്മൾ ഈ മോഡേൺ മോണിറ്ററി എക്കണോമിക്സ് അല്ലെങ്കിൽ മോഡേൺ മാക്രോ എക്കണോമിക്സിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞു തരുമ്പോഴല്ലോ, അതിനകത്ത് ഒത്തിരി തിങ്കേഴ്സ് ഉണ്ട്. അതിലൊരാണ് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ, ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ ഈ തിയറി പഠിക്കുമ്പം നമുക്കറിയാവുന്ന ഒത്തിരി ആൾക്കാരെ ഇത് ഞാൻ പഠിച്ചു കഴിഞ്ഞ് പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും പല പ്രാവശ്യം നോക്കിയിട്ടുണ്ടെങ്കിലും ഇത് തിയറിയുള്ള ആൾക്കാരെ പലയിടത്തും കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലും അവരുടെ വർക്കൊക്കെ ഒത്തിരി വായിച്ചിട്ടില്ല, കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ഡീപ്പായിട്ടുള്ള ഈ കോൺസെപ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഞാൻ ശരിക്കും ഡീപ്പായിട്ട് നോക്കുന്നത്. അതിന് നമുക്ക് അതിനുള്ള ആവശ്യം ഉണ്ടായിട്ടില്ല. അതിലൊരെണ്ണാണ് ജാനറ്റ് യെലൻ. ആരാന്ന് പറയാൻ പറ്റുമോ? അമേരിക്കൻ ഫെഡറൽ റിസർവിൻ്റെ ചെയർപേഴ്സണാണ്. അമേരിക്കൻ ഫെഡറൽ റിസർവിന് പിന്നെ വിമൻ ആദ്യമായിട്ട് അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു വിമൻ അതിൻ്റെ ചെയർപേഴ്സൺ പറഞ്ഞാൽ നമ്മുടെ അടുത്ത ഗവർണർ പോലെ, നമ്മുടെ രഘുരാൻ രാജൻ പോലെ. അവിടെയൊക്കെ ഉണ്ടല്ലോ ഇക്കോണമിസ്റ്റുകളെ സെൻട്രൽ ബാങ്ക് ഗവർണറായിട്ട് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ശക്തികാന്തദാസിനെ പോലെ IAS കിട്ടി പിന്നെ പിരിഞ്ഞു പോയിക്കണി തിരിച്ചു വരുന്നവരല്ല. അപ്പോൾ അവിടെ ഇക്കോണമിസ്റ്റ് അലൻ ഗ്രീൻസ്പാൻ, ബെൻ ബെർണാൻകെ കേട്ടോ. ചുമ്മാ ഓരോ ആൾക്കാരുടെ പേരൊക്കെ കേട്ടിരുന്നു. എവിടെയെങ്കിലും ഇൻ്റർവ്യൂവിന് പോകണമെങ്കിൽ ഇതൊക്കെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുകൂടി പറയാമല്ലോ. അലൻ ഗ്രീൻസ്പാൻ, ബെൻ ബെർണാൻകെ, ജാനറ്റ് യെലൻ, പിന്നെ ആരാണ് വിക്കറാണോ വോൾക്കറാണോ? വിക്കർ, പിന്നെ വോൾക്കർ, പോൾ വോൾക്കർ എന്ന് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഓൾ ദീസ് വെർ റിനൗണ്ട് ഇക്കോണമിക്സ്. ഓക്കെ, റിനൗണ്ട് മോണിറ്ററി ഇക്കോണമിക്സ്. ജാനറ്റ് യെലൻ ഒരു ഫിസിക്കലാണോ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം കുറേ തിയറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പുതിയ കോൺസെപ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റിൽ ഒന്നാണ്. അപ്പോൾ മനസ്സിലായാലും ജാനറ്റ് യെലനൊക്കെ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്, എല്ലാവരും ജീവിച്ചിട്ടുണ്ട് കേട്ടോ. ബെർണാൻകെ, ഗ്രീൻസ്പാൻ, വോൾക്കർ മരിച്ചു പോയെന്നൊരു സംശയമുണ്ടോ? ഇല്ല, വെറുതെ ഒരാളെ അറിയത്തില്ല നമ്മൾ മരിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല, വോൾക്കറുമുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവർ ആക്റ്റീവാണ്. അവരൊക്കെ കുറേ ഈ തിയറിക്കകത്ത് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതെല്ലാം സെൻട്രൽ ബാങ്കിൻ്റെ മോണിറ്ററി പോളിസിയായിട്ട് ബന്ധപ്പെട്ട സെൻട്രൽ ബാങ്ക് ഒരു കാര്യം പറയും, സംഭവിക്കുന്നത് വേറൊന്നായിരിക്കും. അതാണ് ഈ ഡൈനാമിക് ടൈം ഇൻകൺസിസ്റ്റൻസി. ഒന്ന് പറയും, സംഭവിക്കുന്നത് വേറൊന്നായിരിക്കും. നമ്മൾ മാവേലെറിഞ്ഞ് തേങ്ങ വീണ് കഴിഞ്ഞാൽ എന്നായി സംഭവിക്കും? അല്ല, അങ്ങനെ ഒരു സംഭവിക്കില്ല. തെങ്ങലെറിഞ്ഞ് മാങ്ങ വീണ എന്ന് സംഭവിക്കും. ആ രീതിയിലാണ് മോണിറ്ററി പോളിസിയുടെ ഇംപ്ലിമെൻറ്റേഷൻ ഈ അടുത്ത കാലങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കോൺസെപ്റ്റിനെ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്ന ഒരു കാര്യം, ദിസ് ഈസ് ആൻ അൾട്രാ മോഡേൺ കോൺസെപ്റ്റ്. യു ക്യാൻ സേ ടു ആൻ എക്സ്റ്റെൻഡ് ഇറ്റ് ഈസ് അൾട്രാ മോഡേൺ. Even though these concepts are evolved during the late 1970s, 80s, 90s, and even now it has a lot of impacts and effects, So, what is dynamic time inconsistency? നമ്മൾ ആദ്യം കണ്ടു. Dynamic time inconsistency means, a policy which produces effects in the short run doesn't produce the effects in the long run. Okay, what effects? The desired effects. Okay, the set effects, മോണിറ്ററി പോളിസിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ബാങ്ക് റിലീസ് ചെയ്യാൻ, അത് ഷോർട്ട് റണ്ണിൽ റിലീസ് ചെയ്യാൻ, ഷോർട്ട് റൺ ലോങ് റണ്ണിൽ പറ്റുന്നില്ല. സോ ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് ഡൈനാമിക് ടൈം inconsistency. Once you understand the meaning of this particular word, or this terminology and our terminology, we can easily present the topic in the examination as well. We can make a lot of reading as well if you would like to have. Okay, now we are coming to the topic. What is
and the dynamic inconsistency and the problem of the credibility problem. Credibility means central bank doesn't have the credibility. അത് അവർക്കറിയാം ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ മോശമൊന്നുമില്ല, ഉള്ളതിൽ ഏറ്റവും മികച്ചവരാരാ, ഗവൺമെൻറ്റിനേക്കാളും മികച്ചവരാരാ. അപ്പോൾ അവരുടെ പോളിസി അവർ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് മോണിറ്ററി പോളിസിക്ക് ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ള ദീർഘകാലമായ ക്രിറ്റിസിസത്തിൻ്റെ തിയറിയാണ് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ വി ആർ ഹാവിങ് ആൻ ഇൻട്രഡക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ രണ്ട് ആൾക്കാരെ പരിചയപ്പെടുക. ഓക്കെ, കിംഗ്ലാൻഡ് ആൻഡ് പ്രെസ്കോട്ട്. ദീസ് വർ ടു new classical economists. They have a root in new classical economics. They got economics Nobel Prize for their work in dynamic inconsistency related to microeconomic policy. അപ്പോൾ നോബൽ പ്രൈസ് കിട്ടി. നോബൽ പ്രൈസിൻ്റെ ബേസിലാണ് ഈ ടോപ്പിക് ഇങ്ങനെ വരുന്നത്. നോബൽ പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ടോപ്പിക് എടുത്ത് നമുക്ക് പഠിക്കാൻ ഇടുമല്ലോ, അങ്ങനെ ഒരു സംഭവം അത് കേട്ടോ. ഇൻ ദർ വർക്ക് കിഡ്ലാൻഡ് ആൻഡ് പ്രെസ്കോട്ട് എക്സ്പ്ലെയിൻഡ് ഇൻഹെറൻറ്റ് imperfections or credibility problems. Credibility problem നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. നമുക്ക് വാഗ്ദാനം ചെയ്തതുപോലെ നമുക്ക് ഒരിക്കലും ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മുടെ ആക്ഷൻസ് ഒന്നും ടാർഗറ്റിൽ വരുന്നില്ല. അതാണ് ക്രെഡിബിലിറ്റി പ്രോബ്ലം. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു സെൻട്രൽ ബാങ്ക്, നോട്ട് റിലേറ്റഡ് ടു അവർ പേഴ്സണൽ ഇഷ്യൂസ്. ബട്ട് വെൻ വി ആർ അപ്ലൈയിങ് central bank problem in our personal life, in our personal issues or day-to-day issues, day-to-day issues, not the personal issues, you can understand that concept very fine. So that is the meaning of credibility problem in macroeconomic policy followed by governments and central banks. Okay, now their work has unveiled the dynamic time inconsistency problem related with the implementation of microeconomic policy, be it the fiscal policy or the monetary policy. While designing their work, both economists adopted a new and operational method for macroeconomic analysis. അതാണ് ഒത്തിരി ആൾക്കാരും ഈ 1970 തൊട്ടുള്ള 1980 90 പിന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലം അടുത്ത 20 വർഷമൊന്നും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം എന്നൊക്കെ. ഈ കാലങ്ങളിലൊക്കെ ഇക്കണോമിക്സിൻ്റെ മാക്രോ എക്കണോമിക്സ് C+I+G എന്ന് പറയുന്ന നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളുമല്ല. അതിൻ്റെ പറയുന്നില്ലെന്ന് അറിയോ, എവറി മാക്രോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആസ് മൈക്രോ എക്കണോമിക് ഫൗണ്ടേഷൻസ്. മനസ്സിലായി? കാരണം വരാവേ അമ്മയോടെ കരക്കിറക്കുക, ഞാൻ അമ്മയോട് ഇച്ചിരി കഴിഞ്ഞിറക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പം നിങ്ങളുടെ പരാതിയൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. മെഷീനൊക്കെ ഞാൻ ഇവിടെ ഓഫ് ചെയ്തു, ഡിലീറ്റ് ചെയ്യട്ടെ. അപ്പം നമ്മൾ പറഞ്ഞാൽ ഇത് മൈക്രോ എക്കണോമിക് ഫൗണ്ടേഷൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഈ മൈക്രോ എക്കണോമിക് അതായത് നമ്മളെല്ലാം കൂടെ കൂടുന്നതാണല്ലോ ഇക്കോണമി. അപ്പം നമ്മുടെ എല്ലാ റെസ്പോൺസ് എന്ത് വരും? നമ്മുടെ എല്ലാ റെസ്പോൺസിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇക്കോണമിയുടെ മൊത്തം ഔട്ട്കം. എക്കണോമിക് ആക്ടിവിറ്റി അല്ല നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ് എല്ലാം കൂടെ കൂടിയാണ് മൈക്രോ എക്കണോമിക്സ് ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാക്കുന്നത്. ഇത് മോഡേൺ കോൺസെപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ബിഹേവിയറൽ എക്കണോമിക്സിനൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ബിഹേവിയറൽ എക്കണോമിക്സ് അപ്പോൾ മാക്രോ എക്കണോമിക്സിന് മൈക്രോ ഫൗണ്ടേഷൻസ് ഉണ്ടെന്നുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിക്സിന് ശേഷം. പിന്നെ വന്നവരെല്ലാം പറഞ്ഞു എന്തുണ്ട്, ബേസിക്കലി മാക്രോ എക്കണോമിക് ഔട്ട്കംസ് ആർ ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി activities of the individual, the firms and as well as the markets. So it is microeconomic foundations. അപ്പോൾ അത് പറഞ്ഞവരാണ് ഈ കിഡ്ലാൻഡും പ്രെസ്കോട്ടും ഒക്കെ അതിനു മുമ്പ് പറഞ്ഞ റാഷണൽസ് ലൂക്കാസും ഒക്കെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു കൂടുതലായിട്ടങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന എല്ലാ ആൾക്കാരും ഇങ്ങനെ ഇതിനെ ഹൈലൈറ്റ് ചെയ്തു. ഇപ്പോഴും അതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു ഇപ്പോഴത്തെ ടൈമിലെ ഒരു ഇക്കോണമിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അതേ മൈക്രോ എക്കണോമിക്സ് ഇത് മൈക്രോ എക്കണോമിക് ഫൗണ്ടേഷൻസിലായിരിക്കും പറയുന്നത്. ആ ഒരു അപ്രോച്ചിനാണ് ഇവർക്ക് നോബൽ പ്രൈസ് കൊടുത്തു. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അതിനെല്ലാം എല്ലാ തിയറിക്കും ഒരു മൈക്രോ എക്കണോമിക് ഫൗണ്ടേഷൻ ഉണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ പഴയ തിയറി പഠിച്ചിട്ടില്ലേ? ഏത് ദ നിയോ ക്ലാസിക്കൽ എക്കണോമിക്സ് ആൻഡ് ക്ലാസിക്കൽ എക്കണോമിക്സ് എക്സ്പ്ലെയിൻഡ് മൈക്രോ എക്കണോമിക് ഫിനോമിനൻ ത്രൂ മൈക്രോ എക്കണോമിക് ടൂൾസ്, മാർഷൽ പോലെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ തന്നെ ഒരു തിരിച്ചു വരവാണ് അല്ലേ, സൈക്ലിക്കലല്ലേ. ഒരു 5 തലമുറയ്ക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ ഇപ്പോൾ തിരിച്ചു വരിക. ക്ലാസിക്കൽസ് പറഞ്ഞ കാര്യം നിയോ ക്ലാസിക്കൽ കഴിഞ്ഞ് ഗെയിൻസ് കഴിഞ്ഞ് മോണിറ്ററീസ് കഴിഞ്ഞ് റാഷണൽ എക്സ്പെക്ടേഷൻ്റെ സമയത്ത് തിരിച്ചു വരിക. എന്ത് പേരിൽ? ന്യൂ ക്ലാസിക്കൽ എന്ന് പറയും. സോ there is scope of microeconomic foundations for when you are making microeconomic interpretations and analysis. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇവരുടെ പേര് തന്നെ അങ്ങനെയാണ്, എന്ത് നിയോ ക്ലാസിക്കൽ എന്നുള്ള വാക്ക് അങ്ങനെ വരുന്നത്. വെറുതെ കിട്ടുന്നല്ല. നമ്മൾ തന്നെ ഇപ്പം നമ്മൾ എന്താ പറയുക, സീരിയലിൻ്റെ അകത്ത് ഒരുത്തൻ്റെ പേരാണ് സീരിയലില്ല മറിമായ അങ്ങനെ അതൊരു മറിമായ അല്ല, ഇത് സീരിയലിൻ്റെ അകത്ത് ഒരുത്തൻ്റെ പേരാണ് സത്യശീലൻ. സത്യം മാത്രം പറയല. അപ്പോൾ അവൻ തന്നെ ഇട്ട പേരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരിട്ട പേരായിരിക്കും.
അല്ലെങ്കിൽ നമുക്കറിയാം പേര് കൊണ്ട് തന്നെ ഒരു പേര് നമ്മളിടുന്നതല്ല നമുക്ക് വരും വേറെ ആളും കിട്ടുന്നത്. അപ്പം ന്യൂ ക്ലാസിക്കൽ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ഇവർക്ക് ആ പേര് കൊടുക്കാനുള്ള കാരണം വരും. ദേ ബ്രോട്ട് സെവറൽ ഓഫ് ദി അനാലിറ്റിക്കൽ ടൂൾസ് ഓഫ് ദി ക്ലാസിക്കൽ സ്കൂൾ ഇൻക്ലൂഡിങ് ദി സ്ട്രെസ്ഡ് what microeconomic foundations, okay, while explaining microeconomic phenomenon. Okay, sorry കേട്ടോ. ഇനി നമ്മൾ പറയാം എന്താണ് ഈ ഡൈനാമിക് ടൈം ഇൻകൺസിസ്റ്റൻസി. നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഡൈനാമിക് ടൈം ഇൻകൺസിസ്റ്റൻസി. എൻ്റെ അർത്ഥം യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി ലിറ്ററൽ മീനിങ് വാട്ട് ഈസ് ഗുഡ് ഓർ ആപ്ലിക്കബിൾ ഇൻ ദി ഷോർട്ട് റൺ ഓർ അറ്റ് ടി വിൽ നോട്ട് ബി ആപ്ലിക്കബിൾ. സോറി ടി എഴുതുമ്പോൾ T1 അല്ലേ, will not be applicable at T2 അല്ലേ, അതായിരിക്കും. or what is applicable at time period T will not be applicable at T+1. okay, so this is called a dynamic time inconsistency. From the macroeconomic angle, dynamic inconsistency occurs when decision maker's objectives in one time is met whereas in other time element is not realized. നമ്മുടെ എൻട്രി പോയിൻ്റ് ഡിഫിക്കൽട്ടി നമ്മൾ ഓവർകം ചെയ്ത് നമ്മൾ എന്താണ് ഡൈനാമിക് ടൈം ഇൻകൺസിസ്റ്റൻസി എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി. ഇനി നമ്മൾ ബാക്കി അതിൻ്റെ എക്സ്പ്ലനേഷൻ മാത്രം മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ദി മോണിറ്ററി പോളിസി ഡൈനാമിക് ഇൻകൺസിസ്റ്റൻസി അറൈസ് ബിക്കോസ് മോണിറ്ററി പോളിസി മേക്കേഴ്സ് ചൂസ് ടു പെർസ്യൂ ഷോർട്ട് ടൈം ഗോൾസ് ലീഡിങ് ടു മിസ്സിങ് ദി ലോങ് ടൈം ഗോൾസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത് നമ്മൾ പറഞ്ഞു ഇതാണ് സംഭവം. ഇത് അതായത് എന്ത് സംഭവിക്കും, ഷോർട്ട് ടൈമിൽ നമുക്ക് ഇൻഫ്ലേഷൻ കൂട്ടി അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാം, പക്ഷേ ലോങ് ടൈമിൽ ഇതാണ് അൺഎംപ്ലോയ്മെൻറ്റ് ഇന്നും കുറയ്ക്കാൻ പറ്റിയില്ല. ഷോർട്ട് ടൈമിൽ അൺഎംപ്ലോയ്മെൻറ്റ് കുറച്ചു, ലോങ് ടൈമിൽ അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ പറ്റിയില്ല. ദിസ് ഈസ് അനദർ ഇൻസ്റ്റൻസ് ഓഫ് ഡൈനാമിക് ഇൻകൺസിസ്റ്റൻസി. ദി ഫിലിപ്സ് കാർ ശരിയല്ലേ, ഫിലിപ്സ് കാർ ലോങ് ടൈം, ഫിലിപ്സ് കാർ ഷോർട്ട് ടൈം. ഫിലിപ്സ് കാർ ഷോർട്ട് ടൈം സെൻട്രൽ ബാങ്ക് ഈസ് ഏബിൾ ടു റിയലൈസ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്, ഇൻ ദി ലോങ് റൺ ഇറ്റ് വാസ് നോട്ട് ഏബിൾ ടു റിയലൈസ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. സോ ദർ ആർ മെനി വേരിയൻസ് ഓഫ് ദിസ് dynamic inconsistency. We are seeing it in the case of the Phillips car. In some other economic issues, there can be a different type of time inconsistency. Okay, especially when you are introducing monetary policy, you are implementing the complex element of the monetary policy. Okay, to which we are not now familiarized. നമുക്കിപ്പോൾ ആ കോൺസെപ്റ്റിനെ കുറിച്ച് വലിയ ഫെമിലിയാരിറ്റി ഒന്നും കാണാനായിരിക്കും. പക്ഷേ വളരെ ഡീപ്പറായിട്ടുള്ള പല മോണിറ്ററി പോളിസി പ്രോബ്ലംസിലും നമുക്ക് ഈ ഡൈനാമിക് ഇൻകൺസിസ്റ്റൻസി കാണും. നമ്മളത് പഠിച്ചിട്ടില്ല, നമുക്ക് ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷനൊക്കെ നടത്തി മുമ്പോട്ട് വരും. ബുക്കൊക്കെ അങ്ങനെ നമ്മൾ റിയൽ ടൈം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് ബോർഡിലൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ചോദ്യമൊക്കെ ചോദിച്ച് നിങ്ങളെ കൊണ്ട് പ്രസൻറ്റ് ചെയ്യിച്ച് അങ്ങനെ നമുക്ക് നടത്തായിരുന്നു. പക്ഷേ നമുക്ക് ഓൺലൈൻ ഞാനിങ്ങനെ മൊണോട്ടോണമസ് ആയിട്ട് പ്രസൻറ്റേഷൻ നടത്തും, നിങ്ങൾ ചോദ്യം ചോദിക്കാതെ മടിച്ച് അവിടെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഒരു രീതി അങ്ങനെ നമുക്ക് അവിടെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മളിവിടെ കവർ ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് മോണിറ്ററി പോളിസി, ഓക്കെ, ഡൈനാമിക് ഇൻകൺസിസ്റ്റൻസി ബിക്കോസ് മോണിറ്ററി പോളിസി മേക്കേഴ്സ് ചൂസ് ടു പെർസ്യൂ ഷോർട്ട് ടൈം ഗോൾസ് ലീഡിങ് ടു മിസ്സിംഗ് ദി ലോങ് ടൈം ഗോൾസ്. എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി വിൽ ലെഡ് ഇൻ ദി ഷോർട്ട് ടൈം അറ്റ് എ ഫാസ്റ്റർ ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് മേ റെഡ്യൂസ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇപ്പം നമ്മൾ ഭയങ്കര മണി സപ്ലൈ കൂട്ടിയെന്ന് വിചാരിച്ചു, നമ്മൾ പറഞ്ഞാൽ അല്ലേ പി കൂടും ശരിയല്ലേ. അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും, ലേബർ സപ്ലൈ കൂടും, അപ്പോൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് കൂടും. ഇതെല്ലാം സംഭവിക്കും. ബട്ട് ഇൻ ദി ലോങ് റൺ ഇഫ് ദിസ് പോളിസി ഡെവലപ്ഡ് പോസിറ്റീവ് റിസൾട്ട്സ് മേ ഓഫ്സെറ്റ് ബൈ ഹയർ പ്രൈസസ് ആൻഡ് സാലറീസ്. ഇപ്പോൾ കിട്ടിയില്ലോ, നമ്മൾ പറഞ്ഞാൽ രണ്ട് ഡയഗ്രാം. ഇവിടെ എന്താണ്, സപ്ലൈക്കാർ ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ശരിയല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എന്തുകൊണ്ട് കിട്ടിയില്ല, നമുക്ക് ഔട്ട്പുട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയില്ല. ഓക്കെ, സോ ദിസ് ഈസ് എ പ്രൈസ് ലെവൽ, ദിസ് ഇസ് എ ന്യൂ പ്രൈസ് ലെവൽ, ദിസ് ഇസ് ഓൾഡ് പ്രൈസ് ലെവൽ, so people demanded higher wage rate, that is called higher salaries, and the price level increased. The unemployment may not be, the employment has not been increased, or it may be even decreased. We found that situation in the previous classes. So higher prices or higher salaries without higher output and higher level of employment or reduced level of unemployment. Okay, sorry, caused by change in monetary policy and output employment is in effect. Thus, in the long time, inflation will increase. The long run will സംഭവിക്കും, inflation increase without much positive effects. This is the time inconsistency related to monetary policy. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇതാണ് എന്ത് ടൈം ഇൻകൺസിസ്റ്റൻസി റിലേറ്റഡ് വിത്ത് മോണിറ്ററി പോളിസി. പിന്നെ കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നരേറ്റീവ് വെക്കുക. സിൻസ് ദിസ് ഈസ് എ നരേറ്റീവ് ടോപ്പിക്, okay, an illustrative topic, illustration becomes unavoidable even though it is boring for you. സോ ഞാനതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ വായിക്കുന്നില്ല. വായിക്കുമ്പോഴത്തേക്കും നോക്കി ഇങ്ങനെ വായിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറടി. ഐ വിൽ ബി മേക്കിംഗ് മൈ പ്രസൻറ്റേഷൻ, സോ ദാറ്റ് വിൽ ബി ബെറ്റർ ഫോർ യു ആസ് വെൽ.
സോ നമ്മളതിൻ്റെ ഇദ്ദേഹമൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കുക എന്താണ് ഈ ഡൈനാമിക് ഇൻകൺസിസ്റ്റൻസി, അത് ഓവർകം ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം. ഇദ്ദേഹം പറഞ്ഞേക്കുന്നത് അറിയോ, സെൻട്രൽ ബാങ്ക് ഇൻഡിപെൻഡൻ്റ് ആണോന്ന് പറഞ്ഞു. എന്താണ് ഇൻഡിപെൻഡൻസ്? ഇൻഡിപെൻഡൻസിന് സെൻട്രൽ ബാങ്ക് ഗവൺമെൻറ്റിനെ ഭയങ്കര ഡിപ്പെൻഡ് ചെയ്ത്. ഗവൺമെൻറ് അങ്ങനെ പലതും പറയും, ഗ്രോത്ത് കൂട്ടണം, മണി സപ്ലൈ കൂട്ടണം, അപ്പോൾ ഇൻഫ്ലേഷൻ വരും. ഇൻഫ്ലേഷൻ വരുമ്പോൾ സെൻട്രൽ ബാങ്കിന് എല്ലാവരും കല്ലെറിയും അല്ലേ. ഇൻഫ്ലേഷൻ വരുമ്പോൾ നമ്മളെല്ലാം കണ്ണൂറ്റി നോക്കുന്ന ആരെയായിരിക്കും? സെൻട്രൽ ബാങ്കിനെ ആയിരിക്കും. അപ്പോൾ ഗവൺമെൻറ്റിന് അങ്ങനെ പലതും പറയും, സെൻട്രൽ ബാങ്കിനായിരിക്കും അതിൻ്റെ പഴി കിട്ടും. അപ്പോൾ സെൻട്രൽ ബാങ്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രൈസ് സ്റ്റെബിലിറ്റി ഇൻഷുർ ചെയ്യാൻ നോക്കിയാൽ മതി. എന്താണ് പ്രൈസ് സ്റ്റെബിലിറ്റി? സെൻട്രൽ ബാങ്ക്സ് ആർ നോൺ ഫോർ ഇൻഫ്ലേഷൻ ഫൈറ്റിംഗ്. അങ്ങനെയാണ് നമ്മൾ സെൻട്രൽ ബാങ്കിനെ പറയും. നമ്മൾ നായ വളർത്തി കഴിഞ്ഞാൽ കടിക്കണമെന്ന് നമ്മൾ കടിക്കണമല്ലോ, കുറയ്ക്കണമെന്ന് പറയല്ലേ. അന്ന് പറയുന്ന പോലെ സെൻട്രൽ ബാങ്ക് ആണെങ്കിൽ പ്രൈസ് സ്റ്റെബിലിറ്റി ഇൻഷുർ ചെയ്യണം. നമ്മൾ സെൻട്രൽ ബാങ്കിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് തരാനാണെങ്കിൽ ഈ ഒരൊറ്റ വാക്കേ ഉള്ളൂ, അതായത് സെൻട്രൽ ബാങ്ക് ഷുഡ് എൻഷുർ പ്രൈസ് സ്റ്റെബിലിറ്റി. ദേ ആർ നോൺ ഫോർ ഫൈറ്റിംഗ് ഇൻഫ്ലേഷൻ. സോ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് സെൻട്രൽ ബാങ്ക് ഈസ് ടു ഇൻഷുർ വാട്ട്? പ്രൈസ് സ്റ്റെബിലിറ്റി. അങ്ങനെ പ്രൈസ് സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ സെൻട്രൽ ബാങ്കിനെ ഒരിക്കലും ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. നമ്മളെ ശക്തികാന്തദാസ് എന്താണ്, അദ്ദേഹം ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്നു. അദ്ദേഹമാണ് ഡിമോണിറ്റൈസേഷൻ റെക്കമെൻഡ് ചെയ്ത RBIയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ മെമ്പർ. ആ മെമ്പർ ഒരു മെമ്പറുള്ളായിരുന്നു, അദ്ദേഹം സജസ്റ്റ് ചെയ്ത്. സോ ഹീ ബിക്കെയിം ദ ഗവർണർ ആഫ്റ്റർ ഹി റിട്ടയർഡ് ഫ്രം ദിസ് സർവീസ്. ഹീ ഈസ് എ ഹിസ്റ്ററി ഗ്രാജുവേറ്റ് ആൻഡ് എ ബ്യൂറോക്രാറ്റ്. But who should become the governor of the central bank? An economist should become the governor of central. There were a lot of bureaucrats who became successful central banks. Yes, but that doesn't mean that our present central banker Shaktikanta Das is a failure. He's not a failure. He has a lot of advantages. Okay, he was able to make a correct link between the central bank and the government. Okay, that's a positive side. At the same time, the central bank should have independence. ആ വാക്ക് എത്ര പറഞ്ഞാലും തീരില്ല. നിങ്ങൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് പോവുകയാണെങ്കിലും ഒക്കെ നമുക്ക് പലപ്പോഴും സെൻട്രൽ ബാങ്ക് എന്തുണ്ടായി എന്നുള്ള രീതിയിലല്ല നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ഇൻഡിപെൻഡൻസ് മീനോ സെൻട്രൽ ബാങ്ക് വിത്തൗട്ട് കൺസിഡറിങ് എനി ഓഫ് ദി political dimensions of the policy taking, you should follow independently and should ensure price stability whatever may be the policy it is taking. അപ്പോൾ അങ്ങനെ ഇൻഡിപെൻഡൻറ്റ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. അല്ലെങ്കിൽ അമേരിക്കൻ ഫെഡറൽ റിസർവിന് പറ്റും. ട്രംപ് അവിടുത്തെ ഫെഡറൽ റിസർവിനെ ഭയങ്കരമായിട്ട് അധിക്ഷേപിച്ച് സാലറി കൊടുക്കാൻ, ഇവർക്കൊന്നും സാലറി കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റിയല്ല എന്നുള്ളൊരു കമൻറ്റൊക്കെ നടത്തി ട്രംപ്. അപ്പോൾ അതൊക്കെ ഭയങ്കര മോശമായി പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ലോകത്തെ എല്ലാ സെൻട്രൽ ബാങ്കിൻ്റെയും ഗവർണർമാർക്ക് ഇതാകിയത്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഉർജിത് പട്ടേൽ രാജിവെച്ചു. ഡെഗ്രാൻ രാജൻ സ്ഫോടനാത്മക കമൻറ്റുകളൊക്കെ നടത്തി. അദ്ദേഹത്തിൻ്റെ കാലാവധി അദ്ദേഹം പോയി. ഹി വാസ് ആസ് പോപ്പുലർ ആസ് അവർ പ്രൈം മിനിസ്റ്റർ മോഡി. ശരിയല്ലേ? അപ്പോൾ സെൻട്രൽ ബാങ്കിങ്ങിൻ്റെ ഒരു പല ഡയമെൻഷനിലേക്ക് നമ്മൾ പോവുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോവാം. അപ്പം ഡെഗ്രാൻ രാജൻ ഈസ് എ ടീച്ചർ ഓഫ് ചിക്കാഗോ യൂണിവേഴ്സിറ്റി വേർ Friedman, he studied economics, he taught economics. Where Lucas studied economics and taught it. He may not be studied there, but he taught economics there. So all the renowned people who belongs to the leading economic ideologies at present were the teachers of the Chicago University, including the Grand Rajan. Okay, so അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴല്ലോ നമ്മൾ പറയുന്നത് ഈ സെൻട്രൽ ബാങ്ക് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ഗവൺമെൻറ്റിനെ ആശ്രയിക്കരുത്. ഗവൺമെൻറ് അങ്ങനെ പലതും പറയും. ഗവൺമെൻറ്റിനെ വിചാരിച്ച് നമ്മൾ മോണിറ്ററി പോളിസി ഡിക്ലെയർ ചെയ്യരുത് എന്നാണ് ആധുനികമായ കാഴ്ചപ്പാട്. ഇത് ഭയങ്കര ആധുനിക അല്ല കേട്ടോ, ഇത് ഏകദേശം ഒരു ആധുനികതയാണ്, ഒരു പഴഞ്ചൻ ആധുനികതയാണ്. ഇതിനേക്കാൾ ആധുനികത വേറെ കിടപ്പുണ്ട്. ഓക്കെ, ഇൻ മോസ്റ്റ് കേസ് ഡൈനാമിക് ഇൻകൺസിസ്റ്റൻസി കേസ് ബൈ പൊളിറ്റിക്കൽ പ്രഷേഴ്സ് ഓൺ മോണിറ്ററി പോളിസി ഇൻക്രീസ്. മനസ്സിലായല്ലോ? ഇന്ത്യയിലെ സിറ്റുവേഷൻ എന്ന് അറിയാം. നാളെ സെൻട്രൽ ബാങ്ക് ഗവർണർ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, പത്ര മീറ്റിംഗ് വിളിക്കുകയാണെങ്കിൽ, ഇന്ന് വൈകുന്നേരം ഫിനാൻസ് മിനിസ്റ്റർ ഒരു മീറ്റിംഗ് വിളിച്ച് പത്രത്തിൽ ഇൻ്റർവ്യൂ നടത്തും. എന്നിട്ട് അതിനകത്ത് ചില സൂചനകൾ കൊടുക്കും. ഈ സൂചന എടുത്ത് വേണം സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണർ നാളെ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടല്ലോ, ടിൽ നമ്മുടെ പട്ടേൽ വരെ, ഉർജിത് പട്ടേൽ വരെ, അതിനുമുമ്പ് രഘുരാൻ രാജൻ, അതിനുമുമ്പുള്ള ആൾക്കാരുടെ പേരൊക്കെ മറന്നുപോയി. അങ്ങനെയുള്ള ആൾക്കാരെ, നമ്മുടെ സുബ്ബറാവു, ബിമൽ ജലാൻ, YB റെഡ്ഡി, ഇവരുടെ എല്ലാം പ്രത്യേകം അറിയാം. അവർക്ക് ഇഷ്ടമുള്ള പോലെ മോണിറ്ററി പോളിസി, ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം ഇഷ്ടമല്ല, എന്താണ് മോണിറ്ററി പോളിസിയുടെ ആംഗിൾ ശരി എന്നുള്ള രീതിയിൽ അവർ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തു. അത് രഘുരാൻ രാജന് മുമ്പുള്ള ബിമൽ ജലാൻ ആകട്ടെ, YB റെഡ്ഡി ആകട്ടെ, സുബ്ബറാവു ആകട്ടെ, ഇവരെല്ലാം IAS കിട്ടി സിവിൽ സർവീസിന് പോയവരാണ്. അവരെല്ലാം നല്ല സൂപ്പറായിട്ട് മോണിറ്ററി പോളിസി പഠിച്ചവരാണ്. ദേ ആർ ആസ് ഗുഡ് ആസ് എനി അതർ ഇക്കോണമിക്സ്. മനസ്സിലായല്ലോ?
So they were renowned economists, sorry, they were renowned central bankers, and they were trained by the IMF. അതാണ് അവിടെ നമ്മൾ IS ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ IMF പോയി IMF നമുക്ക് ട്രെയിനിങ് തരും. അവിടെ നല്ല സെറ്റപ്പ് ആയിരിക്കും. വാഷിംഗ്ടൺ DC നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് IS കിട്ടിയില്ല. നമ്മൾ ഇച്ചിരി എക്കണോമിക്സ് ഒക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണും, അല്ലാത്തവർക്കൊന്നും പോകാൻ പറ്റിയില്ല. ഏതൊരു IS കാരൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ് RBI ഗവർണറുടെ. അറിവുണ്ടെങ്കിൽ, അറിവില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞല്ലോ, ഈ സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരൻ രാജ്യം പ്രൈം മിനിസ്റ്ററിൻ്റെ അത്രമാത്രം പോപ്പുലറായിരുന്നു. പിന്നെ വരുന്നവരൊന്നും അത്ര പോപ്പുലറല്ല, താഴെ നിൽക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ സെൻട്രൽ ബാങ്കിന് ഇൻഡിപെൻഡൻ്റ് ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ്, എൻറ്റിറ്റിയാണ് സെൻട്രൽ ബാങ്ക്. ഓക്കെ, സോ ഡൈനാമിക് ഇൻകൺസിസ്റ്റൻസി ഓഫ് മോണിറ്ററി പോളിസീസ് എക്സ്പോസ്ഡ് ഡീവിയേഷൻ ഫ്രം ദി എക്സ് ആൻഡ് ഫോർമുല. നമ്മളൊന്ന് വിചാരിച്ചു, നടന്നത് മറ്റു പലതുമാണ്. നമ്മൾ വിചാരിച്ചു മോണിറ്ററി പോളിസി ഇങ്ങനെ എഫക്റ്റ് ഉണ്ടാക്കുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. നമ്മൾ വിചാരിച്ച് 5% ഇൻഫ്ലേഷൻ കുറയുന്നു, ശരിക്കും സംഭവിച്ച് 8% ഇൻഫ്ലേഷൻ കൂടുക. അപ്പോൾ എന്താണോ പ്ലാൻ ചെയ്തത്, എക്സ്പോഷൻ ആക്ച്വലായിട്ട് വന്നത്, എക്സാൻഡേ നമ്മൾ പ്ലാൻ ചെയ്തത്, എന്താണോ പ്ലാൻ ചെയ്തത് അത് സംഭവിച്ചില്ല. പകരം മറ്റ് നമ്മൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ വിചാരിക്കുന്ന നന്മയല്ലായിരിക്കും, നമ്മൾ നന്മ വിചാരിക്കും, പക്ഷെ നമ്മുടെ ഔട്ട്കമായിട്ട് അവിചാരിതമായുള്ളൊരു മോശം, എന്താ പറയുക, അൺഡിസൈറബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത്. അത് പ്രകൃതി നിയമമാണ്, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കായിരിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെയുണ്ടല്ലോ, നമ്മൾ എക്സാൻഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാൻഡേ നമ്മൾ പ്ലാൻ ചെയ്തു. സെൻട്രൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ബാങ്കിനെ അവിചാരിതമായി അത് പ്ലാൻ ചെയ്തതിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നത്. ഓക്കെ, വെൻ ദിസ് പ്ലാൻസ് വുഡ് ഹാവ് ബീൻ ഇംപ്ലിമെൻറ്റ് ഇപ്പോൾ നേരെ തിരിച്ചാൽ സംഭവിച്ചു. അപ്പോൾ ഇത് അങ്ങനെ വരുമ്പോഴല്ലോ സെൻട്രൽ ബാങ്കിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലെന്നായി തരും, അല്ലേ? നമ്മൾ ആ വാക്ക് പറയാം, എന്താണ് ക്രെഡിബിലിറ്റി. നമ്മളെല്ലാം പറയുന്നത് സെൻട്രൽ ബാങ്കിൻ്റെ ആംഗിലോട്ടോ. അപ്പോൾ സെൻട്രൽ ബാങ്കിന് ക്രെഡിബിലിറ്റി ഇല്ലെന്നായി തീർന്നു. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും പിടികിട്ടുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ചോറിനുള്ള സമയമായി, 12:10. നേരത്തെ വിശക്കുന്നവരൊക്കെ ചോർക്കുണ്ടോ? ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. റീസൺസ് ഫോർ stemming from the existence of dynamic inconsistent monetary policy refers to monetary authority wishes, okay, or pressure from the government to increase employment levels or in a more general perspective level of economic activity. നമ്മളെല്ലാം എന്തിനാണ് സെൻട്രൽ ബാങ്ക് ചെയ്യുന്നതെന്ന് അറിയാം? കൂടുതൽ ലോണ്, മൊറട്ടോറിയം. ഏറ്റവും അവസാനം ഇവരാരും ലോൺ തിരിച്ചടക്കില്ല, ബാങ്ക് കൂട്ടി, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ബാങ്കിനെ രക്ഷിച്ചു. ഇതല്ലേ തീർച്ചയായിട്ടും സംഭവിക്കുന്ന കഥ അല്ലേ? അതെ, നമ്മളറിഞ്ഞു മെഹുൽ ചോക്സി എന്ന് പറഞ്ഞ ഒരാൾ 12,000 കോടി രൂപയുടെ ലോൺ എടുത്തിട്ട് എങ്ങോട്ട് പോയി? ആൻറ്റിഗയിലോട്ട് പോയി. നിങ്ങൾ പത്രത്തിൽ അതൊക്കെ വായിച്ചോ? അതൊക്കെ വായിക്കണം. അപ്പോൾ മെഹുൽ ചോക്സിക്ക് അവിടെ നമ്മൾ വേറെ പല കാര്യങ്ങളൊക്കെ വായിക്കും. വേറെ എല്ലാം നമ്മൾ പറഞ്ഞ് ഹിസ് ലക്ഷറി ലൈഫിനെ കുറിച്ച് നമ്മൾ ഇൻട്രസ്റ്റ്. ബട്ട് ആക്ച്വലി ഹീ ബോട്ട് അറൗണ്ട് 12,500 crores. അത്രയും കോടി രൂപ ലോൺ എടുത്തായിരുന്നു. നമ്മൾ എക്കണോമിക്സിലൊക്കെ ആവട്ടോ, ഇതാ എക്കണോമിക്സ്. ലോൺ എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ നീരവ് മോഡി എന്ന് പറഞ്ഞ മരുമകൻ ലോൺ എടുക്കാൻ കൂടെ നിന്നു. മരുമകനും പോയി. എന്നിട്ട് അവരുടെ കമ്പനിയാണ് ഗീതാഞ്ജലി. ഗീതാഞ്ജലിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷേ ഗീതാഞ്ജലി വാസ് നമ്മളെന്താ പറയുക, നമുക്ക് ഗീതാഞ്ജലിക്ക് ഒരു ഉപമ കൊണ്ടുവരാൻ പറ്റിയില്ല. അത്രമാത്രം റിനൗണ്ട് ആയിട്ടുള്ള ജെംസ് ആൻഡ് ജ്വല്ലറി ഫേമായിരുന്നു ഗീതാഞ്ജലി. ഗീതാഞ്ജലി എക്സ്പോർട്സ് എന്ന് പറഞ്ഞൊരു ഫേമുണ്ട്, ഇഷ്ടം പോലെ നല്ല. അപ്പോൾ മരുമകനും അമ്മാവനും കൂടെ 12,500 കോടി ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ വിദേശത്ത് മുങ്ങിപ്പം പോലീസ് അടിച്ചപ്പോൾ അമ്മാവൻ പറയാണ്, ഈ ചോക്സി പറയാണ്, ഞാൻ ലോൺ എടുത്തെങ്കിൽ അതിന് കൂട്ടുന്ന ഇവിടുത്തെ ബാങ്കുകാരെ ആദ്യം പിടിക്കേണ്ടത്. അതായത് ലോൺ എടുത്തുകൊണ്ട് പോകാനല്ല പിടിക്കേണ്ടത്, ആരെ പിടിക്കേണ്ടത്? ബാങ്കുകാരെ പിടിക്കേണ്ടത്. എന്തൊരു എക്സ്ക്യൂസാണെന്ന് വിചാരിച്ചു അല്ലേ? അങ്ങനെയാണോ? അപ്പോൾ ഈ ലോൺ എടുക്കുന്ന ആൾക്കാരെല്ലാം മെൻറ്റാലിറ്റി എന്താണ്? ലോൺ എടുത്ത് തിരിച്ചടച്ചില്ല ആരെ പറയും? കൊടുക്കുന്ന ബാങ്കുകാരെ പറയും. ബാങ്കുകാർക്ക് കിട്ടിക്കാണും എത്ര? 1 കോടി 2 കോടി 3 കോടിയൊക്കെ കിട്ടിക്കാണും. അത് വേറൊരു കാര്യം, കിട്ടിക്കാണുമായിരിക്കും. കിട്ടിയില്ല നമുക്കറിയത്തില്ല. ഇതൊക്കെ നമ്മുടെ ആരോപണങ്ങൾ നടത്തരുത്. അപ്പോൾ അതുപോലെ വായിച്ചേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം ബാങ്കുകാരെ ഇദ്ദേഹം കുറ്റപ്പെടുത്തിയേക്കാം. 12,500 കോടി രൂപ ലോൺ എടുത്ത് പോയിട്ട് നമ്മുടെ എവിടെയെന്നറിയോ? പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ പറയാതിരിക്കാൻ പറ്റുമല്ല. അതായത് സെൻട്രൽ ബാങ്കിന് ബാങ്കുകളെ മര്യാദ പഠിപ്പിക്കാനുള്ള മുഴുവൻ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ സെൻട്രൽ ബാങ്കിന് അങ്ങനെ പോളിസി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, സോ നോ an effective way to reduce the time inconsistency problems to give central banks the primary goal of maintaining price stability. അതാണ് സെൻട്രൽ ബാങ്കിൻ്റെ ജോലി. എന്താണ്? പ്രൈസ് സ്റ്റെബിലിറ്റി. ഒരു നായുടെ ജോലി എന്താണ്? കുറയ്ക്കുക എന്നുള്ളതാണ്. ഞാൻ നായുടെ കാര്യം ഇങ്ങനെ എപ്പോഴും പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഒരു റിഡിക്കുലസ് ആയിട്ട് തോന്നരുത്. നമ്മളങ്ങനെയാണല്ലോ. എന്നോട് എൻ്റെ പപ്പ പറയായിരുന്നു, എടാ പട്ടിയാണെങ്കിൽ കുറയ്ക്കണം, നീ വിദ്യാർത്ഥിയാണെങ്കിൽ പഠിക്കണം എന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ എപ്പോഴും നിൽക്കുന്നുണ്ട് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ ജോലി അങ്ങനെയാണ്, പ്രൈസ് സ്റ്റെബിലിറ്റി ഉറപ്പാക്കുക എന്നുള്ളതാണ്. വേറെ ജോലിയൊക്കെ സെൻട്രൽ ബാങ്കിന് വരുമായിരിക്കും, അതൊക്കെ സപ്ലിമെൻ്ററിയാണ്,
കോംപ്ലിമെൻ്ററി പ്രധാനപ്പെട്ട ജോലി കോൺസ്റ്റബിൾ ആൻഡ് എൻഷുറിങ് ദി ഇൻഡിപെൻഡൻസ് ഓഫ് ദി സെൻട്രൽ ബാങ്ക് ടു അച്ചീവ് ദ ടാർഗറ്റ് വിത്തൗട്ട് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. അപ്പോൾ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇല്ലാതെ എന്ത് ചെയ്യണം? ആ ടാർഗറ്റ് റിലീസ് ചെയ്യണം. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ മോണിറ്ററി പോളിസി ടാർഗറ്റ്. ഇപ്പോഴത്തെ ടാർഗറ്റ് ഫോക്കസ് ഓൺ ഇൻഫ്ലേഷനാണ്. ടാർഗറ്റ് അവിടെ കിടക്കുന്നു റിലീസ് ചെയ്യിക്കുന്ന 6, 7 ഒക്കെ. അതിപ്പോൾ സെൻട്രൽ ബാങ്കിന് കുറ്റം പറയാൻ പറ്റില്ല. സെൻട്രൽ ബാങ്കിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതാണ്. അപ്പം ടാർഗറ്റ് ഇവിടെ കിട്ടിയത് ഇതേ, മനസ്സിലായല്ലോ. സോ ടാർഗറ്റ് ഉണ്ടായിരിക്കണം. ടാർഗറ്റിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ സെൻട്രൽ ബാങ്ക് തയ്യാറാണ്. സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ മോണിറ്ററി പോളിസി ടൈം കൺസിസ്റ്റൻസി ഉണ്ടാവുള്ളൂ. ഓക്കെ, ഞാൻ അടുത്തതായിട്ട് ഒരു കുഞ്ഞു പോയിന്റും കൂടെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. റൂൾ വേഴ്സസ് ഡിസ്ക്രിഷൻ. റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഓരോ സമയത്തും തോന്നുന്ന പോലെ ചെയ്യും. തോന്നുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ തോന്നുന്ന പോലെ മോണിറ്ററി പോളിസിയുടെ എഫക്റ്റ്. നമ്മൾ ഒരു നിയമത്തിൻ്റെ ബേസിൽ ഒരു റൂൾ അവിടെ ഉണ്ടായിരിക്കണം. അതിൻ്റെ ബേസിൽ നമ്മൾ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ്. അതിന് ഫെഡറിക് മിഷ്കിൻ അവിടെ ഭയങ്കര മിടുക്കനാണ്. ഫെഡറിക് മിഷ്കിൻ, അദ്ദേഹത്തിൻ്റെ ബുക്കൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരാണ് മോണിറ്ററി ട്രാൻസ്മിഷൻ മെക്കാനിസം എന്നൊക്കെ പറഞ്ഞൊരു ബുക്ക്. ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഈസി ആയിട്ട്. അത് പബ്ലിഷ് ചെയ്യുന്ന NBR ഒക്കെ, NBR നാഷണൽ ബ്യൂറോ ഓഫ് എക്കണോമിക് റിസർച്ച്, പീറ്റേഴ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ എക്കണോമിക്സ്, ഇവരൊക്കെയാണ് ഈ മിഷ്കിൻ്റെ ബുക്കൊക്കെ അവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും കേട്ടോ. നമുക്ക് വായിച്ചാൽ പിടിക്കുന്നതുള്ളൂ, അല്ല വലിയ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ല. മിഷ്കിനൊക്കെ നന്നായിട്ട് ബുക്ക് എഴുതുന്നു. നമുക്ക് മനസ്സിലാകുന്ന പോലെ ബുക്ക് എഴുതുന്നവരാണ് മിഷ്കിൻ, ലഘുരാൻ രാജൻ, ഇവരൊക്കെ അലൻ ഗ്രീൻസ്പാൻ, ഇവരൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ. കെന്നത്ത് റോഗോഫ്, പേര് മറന്നുപോയി, ഇപ്പം വിട്ടുപോയി. കെന്നത്ത് റോഗോഫ് ഭയങ്കര മിടുക്കനായാണ്. വിച്ച് കമ്പൈൻസ് ദി അഡ്വാൻറ്റേജസ് ഓഫ് വാട്ട് വി ക്യാൻ അട്രിബ്യൂട്ട് ടു ട്രഡീഷണൽ റൂൾസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പാരഗ്രാഫ് മുഴുവൻ പറഞ്ഞ് നിങ്ങൾ വായിച്ചാൽ മതി. സോറി കേട്ടോ, നിങ്ങൾ വായിച്ചാൽ മതി. മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന റൂൾസിൻ്റെ ബേസിൽ വേണം. തോന്നുന്ന പോലെ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പാടില്ല. അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇവിടെ. നമുക്ക് ആ ചർച്ചകളിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര സമയം ഉണ്ടെങ്കിലും തികയില്ല. പിന്നെ ടൈലർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടൈലർ റൂളുണ്ട്. ഞാൻ പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ടൈലർ റൂൾ നമ്മളിപ്പം പഠിക്കണ്ട. ടൈലർ റൂൾ പറയുന്നത് നമ്മൾ മണി സപ്ലൈ കൂടിപ്പോയി കഴിഞ്ഞാൽ ഗ്രോത്തിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനിടയ്ക്ക് വെച്ച് കുറയ്ക്കണം എന്നാണ്. എന്നിട്ട് അതിനത് ഇക്വേഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനാണ് ടൈലർ റൂൾ. നല്ല തോന്നുന്ന പോലെ അടുത്ത ആഴ്ച 500 കോടിയുടെ പുതിയ മണി സപ്ലൈ, അതിൻ്റെ പിന്നത്തെ ആഴ്ച 300 കോടിയുടെ നമ്മുടെ മൊത്തത്തിലുള്ള മനക്കണക്കനുസരിച്ച് ചെയ്യരുത്. ദർ ഷുഡ് ബി സം റൂൾ. Okay, so that was advocated by Taylor in 1993. Before that, there were no such rules. Before that, there were monetary policy. There was macroeconomics as well, but there was no rule. Okay, so അതാണ് റൂൾ ബേസ്ഡ് ആയിരിക്കും നമ്മുടെ പോളിസി പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ. ഓക്കെ, പിന്നെ അങ്ങനെ നമ്മളെ ഡിസ്ക്രിഷൻ, കൺസ്ട്രെയിൻഡ് ഡിസ്ക്രിഷൻ, കുറച്ചൊക്കെ ഡിസ്ക്രിഷൻ ആവാം, പക്ഷേ റൂൾ അതിൻ്റെ അടുത്ത് ബേസിക്കലി ഉണ്ടായിരിക്കണം. വേറൊന്നും അങ്ങനെ വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഇൻകൺസിസ്റ്റൻസി ആൻഡ് ടൈം എലമെൻറ്റ് പറയാൻ വേണ്ടി ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് വായിക്കാവുന്നുള്ളൂ. ആ എക്സാമ്പിൾ, എ പോളിസി ഈസ് ടൈം കൺസിസ്റ്റൻറ്റ് ഇഫ് ദി ആക്ഷൻ പ്ലാൻഡ് അറ്റ് ടൈം ടി. ഓക്കെ, ഈ ഫോർ ടൈം T+S റിമെയിൻസ് ഒപ്റ്റിമൽ വെൻ ഇറ്റ് കംസ് ടു ഇംപ്ലിമെൻറ്റ് എഫക്റ്റീവ് ആക്റ്റീവ്. നമ്മൾ ടിയിൽ നമ്മൾ പോളിസി ഡിസൈൻ ചെയ്തു, T+S ഇംപ്ലിമെൻറ്റ് ചെയ്തു, T+S അതിന് റിസൾട്ട് കിട്ടിയില്ല, വേറെ ആയിപ്പോയി. അന്നേരം നമ്മൾ ന്യായം പറയും T+S സിറ്റുവേഷൻ വേറെ ആയിപ്പോയി. അപ്പോൾ ഞാൻ ഇന്ന് പോളിസി ഡിസൈൻ ചെയ്തു, ഞാൻ ലോഞ്ച് ചെയ്തു, 6 മാസം കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ്സ് വരുന്നത്, അന്നേരം അത് വേറെ രീതിയിൽ എഫക്റ്റ് വന്നു T+S. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ ടിയിൽ എന്ത് വിചാരിച്ചോ T+ലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, T+ൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നിരിക്കണം. അങ്ങനെയാണ് ടൈം കൺസിസ്റ്റൻസി ഉള്ളൂ കേട്ടോ. അതാണ് പറഞ്ഞിരിക്കുന്നത്. an optimal monetary policy strategy at time T is dynamically inconsistent. For time T+S when it should be adopted it is no longer optimal. ഒപ്റ്റിമൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതായിട്ട് മാറിയില്ല, മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് ഒപ്റ്റിമൽ ആയിരിക്കണം മോണിറ്ററി പോളിസിൻ്റെ എഫക്റ്റ് കറക്റ്റായിട്ട് വരണം. പ്ലാൻ ചെയ്തിട്ട് T+S ഇംപ്ലിമെൻറ്റ് കറക്റ്റായിട്ട് വരണം. സോറി, in reality monetary policy is conducted in a discretionary environment in which decisions are taken secretly and review of the decision taken by policy makers is a common practice. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്കൊക്കെ റിവ്യൂ ചെയ്യണം. T+Sലാണെങ്കിൽ എന്താണ് T+S+2ലാണെങ്കിൽ T+S+1 റിവ്യൂ ചെയ്യണം, T+Sൽ റിവ്യൂ ചെയ്യണം, S+2 നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, ടിയിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ റിവ്യൂ നടത്തണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തീരുമല്ല, കുറച്ചുകൂടെ ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കുറേ കൂടെ ഉണ്ട്. പെട്ടെന്ന് ഓടിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഉപകാരം കിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ആ പാരഗ്രാഫ് ഒന്ന് തീർത്തിട്ട് അതിനകത്ത് എന്താ കൂടുതലായിട്ട് എന്തൊക്കെ പറഞ്ഞേക്കുന്നുണ്ട് നമ്മൾ നോക്കിയിട്ട് നിർത്താം കേട്ടോ. ഇപ്പോൾ തീരും. ഓക്കെ, ഗിൽഡാൻഡ് ആൻഡ് പ്രസ്കോട്ട് നമ്മുടെ നായകനും ഉപനായകനും ഇവിടെ വരിക. ഷോ ദാറ്റ് ഇൻ എ ഡിസ്ക്രിഷണറി എൻവയറമെൻറ്റ് ഇൻ വിച്ച് പോളിസി മേക്കേഴ്സ് ആർ കൺസിഡറിങ് ഓൺലി ദ പ്രസൻറ്റ് സിറ്റുവേഷൻ വിൽ നോട്ട് നോർമൽ റിസൾട്ട് മാക്സിമൈസ് സോഷ്യൽ ഫാക്ഷൻ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നാളെ ഇത് വരുമെന്ന് വിചാരിച്ച് മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുക കാര്യം നമുക്ക് ഉദ്ദേശിച്ച മാക്സിമം സോഷ്യൽ വെൽഫെയർ കിട്ടിയില്ല. ബാരോ ആൻഡ് ഗോർഡൻ അവരും
ഈ ഗ്രൂപ്പിലുള്ള ഷോ ദാറ്റ് റൂൾ ബേസ്ഡ് മോണിറ്ററി പോളിസി ലെസ് ടു ലോവർ കോസ്റ്റ് ദാൻ ഡിസ്ക്രിഷണറി പോളിസി. ഓക്കെ, പിന്നെ സോറി, in case of using monetary policy rules, the bank will choose the level of inflation which coincides with expected inflation. നമ്മുടെ എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ, ആളുകൾക്കൊരു പ്രതീക്ഷയുണ്ട് ഇൻഫ്ലേഷൻ്റെ പോക്ക് എങ്ങനെയാണ്, അതിനനുസരിച്ച് നമ്മൾ ഇൻഫ്ലേഷൻ്റെ ടാർഗറ്റ് സെറ്റ് ചെയ്യണം. ആസ് എ റിസൾട്ട് ലീഡിങ് ടു ലോവർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ കൗണ്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒത്തിരി കോസ്റ്റ് ഉണ്ട്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മണി സപ്ലൈ കുറച്ചു, ബാങ്കിനുള്ള ലോൺ കുറഞ്ഞ്, ആൾക്കാർക്ക് നഷ്ടമൊക്കെ വന്നു, അങ്ങനെ അതൊന്നും വരാൻ പാടില്ല. യൂസ് ഓഫ് മോണിറ്ററി പോളിസി റൂൾസ് ലെറ്റ് ബെറ്റർ റിസൾട്ട്സ്. എൻ്റെ ടൈം ചേട്ടാ ഞാൻ കൂടുതലായി പോകുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് 35 മിനിറ്റാണ് ഉദ്ദേശിക്കുന്നത്, ഇച്ചിരി കൂടിപ്പോയി, ഐ എം വെരി സോറി. The use of monetary policy, the rules led to better results than discretionary policy, which coincides with the conclusion reached by Kittle and Prescott. അപ്പോൾ നമ്മൾ റൂൾ ബേസ്ഡ് ആണെങ്കിൽ ഇൻഫ്ലേഷനെ കൗണ്ടർ ചെയ്യുമ്പോൾ കോസ്റ്റ് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. കോസ്റ്റ് കുറവായിരിക്കും, ആളുകൾക്കുള്ള ബുദ്ധിമുട്ട്, ഇക്കോണമിയിലുള്ള ബുദ്ധിമുട്ട്, ഇക്കണോമിക് ആക്ടിവിറ്റിയുള്ള കുറവൊക്കെ അതൊക്കെ വലിയ കാണുന്നില്ല റൂൾ ബേസ്ഡ് ആണെങ്കിൽ എന്നാണ്. എക്സ്പീരിയൻസ് ഷോസ് ദാറ്റ് ഹൈ ഡിഗ്രി ഓഫ് സെൻട്രൽ ബാങ്ക്സ് ഇൻഡിപെൻഡൻസ് മേക്ക് കമ്മിറ്റ്മെൻറ്റ് ലോ ഇൻഫ്ലേഷൻ ടു ബി മോർ ക്രെഡിബിൾ. മോർ ക്രെഡിബിൾ എന്നുള്ള വാക്ക് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സെൻട്രൽ ബാങ്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എഫക്റ്റീവ്നെസ് കറക്റ്റ് ആയിരിക്കും. സെൻട്രൽ ബാങ്കിനെ കുറിച്ച് എല്ലാവർക്കും നല്ല ക്രെഡിബിലിറ്റിയാണ്, പോളിസിക്ക് ഭയങ്കര ക്രെഡിബിലിറ്റിയാണ്. ഓക്കെ, therefore another prerequisite is the commitment of monetary policy to promote an increase in output similar to the potential. ഇപ്പോൾ നമ്മൾ ഈ പൊട്ടൻഷ്യലിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കിയാൽ കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് ടാർഗറ്റ് വെക്കുമ്പോഴല്ലോ നമുക്ക് ഇക്കോണമി പറ്റാവുന്ന ലെവലിലേക്ക് നമ്മൾ ടാർഗറ്റ് വെക്കണം. നമ്മുടെ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, സസ്റ്റൈനബിൾ, നോൺ ഇൻഫ്ലേഷണറി, അത് ഇൻഫ്ലേഷൻ ഉണ്ടാക്കാതെ നമുക്കൊക്കെ പറ്റുന്ന ലെവലിലേക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഔട്ട്പുട്ട് ടാർഗറ്റ് വെക്കണം. അല്ലാതെ ഭയങ്കര വലിച്ചു നീട്ടിയ ടാർഗറ്റ് വെക്കരുത്, അപ്പോഴത്തേക്കും അത് റിയലൈസ് ചെയ്യാൻ പറ്റാതെ ക്രെഡിബിലിറ്റി പ്രശ്നം വരും. ഓക്കെ, സോ നമ്മുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് എങ്ങനെയായിരിക്കണം, പൊട്ടൻഷ്യലായിട്ട് നമ്മൾ എന്താണോ നമുക്ക് പറ്റുന്നത് ആ ടാർഗറ്റിനനുസരിച്ച് വേണം നമ്മൾ സെൻട്രൽ ബാങ്ക് ഔട്ട്പുട്ട് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ മോണിറ്ററി പോളിസി ക്രെഡിബിളായി തരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. നമുക്ക് ബാക്കി കുറച്ചുകൂടെ ഉണ്ട്, ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുത്ത് തീർക്കാം. ഓക്കെ, so thank you. Second, close the button.